യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ വെടിയുണ്ടയേറ്റ് മരിക്കുന്നത് സൈനികർക്ക് പുത്തരിയല്ല. പക്ഷേ ആയിരക്കണക്കിന് സൈനികർ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഭീമൻ മുതലകളുടെ ഇരയായി മാറിയാലോ? കേൾക്കുമ്പോൾ ഒരു ഹൊറർ സിനിമയിലെ കഥ പോലെ തോന്നാം. പക്ഷേ 1945 റാംറി ദ്വീപ് എന്ന മ്യാൻമറിലെ ഒരു ചെറിയ ദ്വീപിൽ ഇത് സത്യമായി സംഭവിച്ചു. ചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ ആ രാത്രിയെക്കുറിച്ച് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏകദേശം 1000 ജാപ്പനീസ് സൈനികർ റാംറി ദ്വീപിലെ ചതുപ്പ് നിലയത്തിലേക്ക് പിന്തിരിഞ്ഞോടി. അവർക്ക് മുന്നിൽ 10 മൈലോളം നീണ്ടുകിടക്കുന്ന ചതുപ്പും കണ്ടൽക്കാടുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തെ പേടിച്ച് അവർ ആ ചതുപ്പിലേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ അവരെ കാത്തിരുന്നത് അതിലും വലിയൊരു ശത്രുവായിരുന്നു. രാത്രിയായതോടെ ചതുപ്പിൽ നിന്ന് നിലവിളികൾ ഉയരാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും ക്രൂരവുമായ സാൾട്ട് വാട്ടർ ക്രോക്കോഡൈൽസ് അഥവാ ഉപ്പുവെള്ളത്തിലെ മുതലകളുടെ താവളമായിരുന്നു അത്. ചെളിയിൽ കുടുങ്ങിക്കിടന്ന സൈനികരെ ഈ രാക്ഷസ മുതലകൾ കൂട്ടത്തോടെ ആക്രമിച്ചു. വെടിയുണ്ടകളേക്കാൾ വേഗത്തിൽ മുതലകളുടെ താടിയല്ലുകൾ അവരെ കീറി മുറിച്ചു. ആ രാത്രി ആ ചതുപ്പിലെ വെള്ളം മുഴുവൻ മനുഷ്യരക്തം കൊണ്ട് ചുവന്നുപോയി. അടുത്ത ദിവസം രാവിലെ ബ്രിട്ടീഷ് സൈന്യം അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. 1000-ഓളം പേരിൽ വെറും 20 സൈനികർ മാത്രമാണ് ആ ചതുപ്പിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നത്. ബാക്കിയുള്ളവരെല്ലാം മുതലകളുടെ ഇരയായി മാറിയിരുന്നു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇതിനെ വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ മുതല ആക്രമണം എന്നാണ്. ചരിത്രത്തിലെ ഈ മറക്കാനാവാത്ത സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇതേപോലുള്ള ഞെട്ടിക്കുന്ന യഥാർത്ഥ കഥകൾക്കായി ദി അക്ബർ ടോക്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.